2023-24 വർഷത്തെ SSLC ഫൈനൽ എക്സാമിനോട് മുന്നോടിയായി നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒമ്പതാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള അതേ മോഡൽ തന്നെയാണ് 10ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്കും വരിക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാൽ നമുക്ക് എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുണ്ട്, നമുക്കത് നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു പാഠത്തിൽ നിന്ന് ഒരു പാസേജ് തരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഇത് മോഡൽ എക്സാമിന് തന്നിരിക്കുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ചിനുവ അച്ചീബി അഡിച്ചി എഴുതിയ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന പാഠത്തിൽ നിന്ന് ഒരു പാസേജാണ്. എന്നിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസേജ് നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കുക. I must say that before I went to US, I didn't consciously identify as African. അങ്ങനെ ആ വരിയിൽ തുടങ്ങുന്ന പാസേജാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻറ്റ് അഡിച്ചി കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ ഹെർസെൽഫ് ആസ് എൻ ആഫ്രിക്കൻ ബിഫോർ ഷീ വെൻറ്റ് ടു ദ US? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഇത് വായിച്ച് ഊഹിച്ചെടുത്ത് എഴുതേണ്ട ആൻസറാണ്, കാരണം ഇതിൻ്റെ ഡയറക്റ്റ് ആൻസർ ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ വൈ ഡിഡിൻറ്റ് അഡിച്ചി കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ ഹെർസെൽഫ് ആസ് എൻ ആഫ്രിക്കൻ before she went to the US? Because she was not aware that race was not a way of self identification. അപ്പോൾ ആ ആൻസർ നമ്മളിത് വായിച്ചിട്ട് ഊഹിച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ടഫാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈനൽ എക്സാമിന് കുറച്ചുകൂടി ഈസി ആയിട്ട് വരും നമുക്കൊന്ന് വിചാരിക്കാം. വെൻ ഡിഡ് അഡിച്ചി എംബ്രേസ് ദ ഐഡൻറ്റിറ്റി ഓഫ് എൻ ആഫ്രിക്കൻ? അപ്പോൾ അഡിച്ചി എന്നാണ് അത് സ്വീകരിച്ചത്, ആഫ്രിക്കൻ എന്ന ആ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിച്ചത്? വെൻ ഷീ വെൻ ടു US, ലേക്ക് പഠിക്കാൻ പോയതിനു ശേഷം. അതിൻ്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ പാസേജ്, വാട്ട് ഈസ് ജനറലി ദ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക ഫ്രം പോപ്പുലർ ഇമേജസ്? അപ്പോൾ നമുക്കിതിൽ വായിച്ചാൽ തന്നെ കിട്ടും. ആഫ്രിക്കയെക്കുറിച്ച് മറ്റ് ലോകത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ചിത്രമുണ്ട് ആഫ്രിക്ക എന്ന രാജ്യത്തെക്കുറിച്ച്. അപ്പോൾ എന്താണത്? ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, beautiful animals and incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. What was Adichie's reaction? അത് ആൻസർ ഇതേപോലെ തന്നെ പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. What was Adichie's reaction when Africa was referred to as a country? അപ്പോൾ എന്തായിരുന്നു അഡിച്ചിയുടെ ഒരു പ്രതികരണം? ആഫ്രിക്കയെ ഒരു രാജ്യമായി, പ്രതികരണം മീൻസ് മനോഭാവം, ആഫ്രിക്കയെ ഒരു രാജ്യമായി മറ്റുള്ളവർ കണക്കൂട്ടിയാൽ, ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ലല്ലോ, ഒരുപാട് രാജ്യങ്ങളിലൊരു കോണ്ടിനെൻ്റ് അല്ലേ. അപ്പോൾ പക്ഷേ പൊതുജനങ്ങൾ സാധാരണ മറ്റ് രാജ്യക്കാർ ആഫ്രിക്കയെ ഒരു കോണ്ടിനെൻ്റായാണ് കണക്കൂട്ടിയിരുന്നത്. അപ്പോൾ ഇറിറ്റേഷൻ, ആങ്കർ, ദേഷ്യം, അത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം കേട്ടോ. ഐഡൻറ്റിഫൈ എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് നോട്ട് ഏബിൾ ടു ബി അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇൻകോംപ്രിഹെൻസിബിൾ, അപ്പോൾ നന്നായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ 5 ചോദ്യത്തിൻ്റെ ഉത്തരം ഈസി ആയിട്ട് എഴുതാൻ കഴിയും. 5 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി അടുത്തത് നമുക്കൊരു പോയമാണ് തന്നിരിക്കുന്നത്, അതായത് ദ ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ആ പോയത്തിൻ്റെ 2 സ്റ്റാൻസ തന്നിട്ടുണ്ട്, 4 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണിത്. ബലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ആൻഡ് ഈസ് ദ പുവർ മാൻ ഡെഡ്? ഹി ക്രൈഡ്. ഹി ഡൈഡ് ആൻ ഹവർ എഗോ. The old priest Peter Gilligan in grief swayed to and fro. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. Who is the priest enquiring about? Priest is enquiring about that poor man. Why did the old priest sway in grief? Because the old priest, when he reached that house, the old poor man's wife told him that the man is dead. So the priest thought that he failed in his duty. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. He thought that he failed in his duty. Pick out an instance of simile from given stanza. Simile, as merry as a bird. സിമ്പിളാണ് കേട്ടോ. ഇനി റൈം സ്കീം ABCB. പോയാൽ കുഴപ്പമില്ല, ഈസിയാണ്. ഇനി നെക്സ്റ്റ് അപ്രിസിയേഷനാണ്. മദർ ടു സൺ എന്ന പോയം തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷനാണ്. അതിൻ്റെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അപ്രിസിയേഷനാണ് എഴുതുന്നത്. നിങ്ങൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് അപ്രിസിയേഷന് കുറച്ച് വലിയ അക്ഷരത്തിൽ ഹെഡിങ് കൊടുക്കുക. ആ വലിയ അക്ഷരത്തിൽ ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ മദർ ടു സൺ എന്ന പോയത്തിൻ്റെ പേര് എഴുതുക. ഏത് പോയാണെങ്കിലും ആ പോയത്തിൻ്റെ പേര് എഴുതുക, അത് കുറച്ച് വലിയ അക്ഷരത്തിൽ. ഇനി വേണമെങ്കിൽ ഭംഗിക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട്
പോയത്തെക്കുറിച്ച് അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ആ തീം എന്താണ്, എന്തിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഇതിലെന്താ വെച്ചാൽ ആഫ്രിക്കൻ ബ്ലാക്ക്സ് നീഗ്രോസ് ആർ ഫേസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലം ഡ്യൂറിങ് ദ അമേരിക്കൻ സിവിൽ വാർ. ആ പ്രശ്നമാണത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതുക, തീം എഴുതുക. പിന്നെ മദർ മോട്ടിവേറ്റ് ചെയ്യാണ് മകനെ, ഒരിക്കലും തളർന്ന് ഇരുന്ന് പോകരുത്. ലൈഫ് ഈസ് നോട്ട് സോ സിമ്പിൾ, യു ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതുക. പിന്നെ പോയറ്റിക് ഡിവൈസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അത്, ഇമേജസ്, ഇതെല്ലാം നിങ്ങൾ എഴുതണം. നല്ല ഭംഗിയായിട്ട് ഒരു പേജെങ്കിലും, ഒരു പേജ് കുറയാതെ എഴുതുക. ഇനി അടുത്തത് ഒരു ജനറൽ പാസേജ് തരും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇതിൽ ഒരു ആനിമൽ, ഒരു ആന്ത്രോപോമോർഫിക് ആനിമേഷൻ, അതിനെക്കുറിച്ചുള്ള ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് നന്നായിട്ട് വായിച്ചാൽ ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ആന്ത്രോമോർഫിക് ആനിമേഷൻ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങളുണ്ട്. ആന്ത്രോമോർഫിക് ആനിമേഷൻ ഫീച്ചറിങ് ആനിമൽസ് ഓർ ഒബ്ജക്ട്സ് വിത്ത് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ആന്ത്രോപോമോർഫിc animation. Next, name a few recent films in passage that have been used the technique of anthropomorphic animation. അതിൽ എഴുതിയിട്ടുണ്ട് ഫൈൻഡിങ് നീമോ, സൂട്ടോപ്പിയ ആൻഡ് ദ ലീഗോ മൂവി. വൈ ഈസ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇഫക്റ്റീവ്? ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അപ്പോൾ ഇതെല്ലാം ആൻസർ അതേപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഈസ് ഇൻക്രെഡിബിളി എഫക്റ്റീവ് ആൻഡ് യൂസ് ടു പ്രൊമോട്ട് മീനിങ് മെസ്സേജസ് സച്ച് ആസ് എൻവയോൺമെൻറ്റൽ അവയർനെസ്, racial equality and conflict resolution. How does universal appeal of anthropomorphic animation help filmmakers to create meaningful stories that transcend language barriers and cultural norms? Answer. Now pick out a word from the passage which means the relating to or done by all people or thing in the world. Universal, simple ആണ്. ഇനി നമുക്ക് ആൻസർ, ഇനി 1 ഓഫ് ദ ഫോളോയിങ് അബൌട്ട് 120 വേർഡ്സ്, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. എന്നിട്ട് ഇതിലൊന്ന് റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, വെങ്കഷുക്കോവിൻ്റെ. അപ്പോൾ റിവ്യൂ ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് വലിയ അക്ഷരത്തിൽ റിവ്യൂ എന്ന് എഴുതുക. എന്നിട്ട് അതിന് താഴെ വാങ്ക ഒന്നൊരു ചെറിയ ഹെഡിങ് കൊടുക്കുക, നല്ല ഭംഗിയായിട്ട് കൊടുക്കുക. എന്നിട്ട് പാരഗ്രാഫ് തിരിച്ച് എഴുതുക. ലെറ്റ്സ് ദ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ഓഫ് വാങ്ക, അത് നമ്മൾ നല്ല വിശദമായിട്ട് എഴുതുക. റിട്ടൺ ബൈ ആൻറ്റൺ ഷെക്കോവ്. നമുക്ക് ഇപ്പോൾ ഇതിൽ ഗ്രാൻഡ് ഫാദറുമായി റീയൂണൈറ്റ് ചെയ്തു വാങ്ക എന്നാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ലിറ്റിൽ ബോയ് അല്ല ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ പിന്നെ കഷ്ടപ്പാടുകളെക്കുറിച്ച്, സോ ലെറ്റ് us examine the problems, the loneliness, the desperation he faced in the house of അലിയാക്കിൻ ദ ഷൂ മേക്കർ. അങ്ങനെയായിട്ട് പാരഗ്രാഫായിട്ട് എഴുതുക. അപ്പോൾ ഹെഡിങ് കൊടുക്കണം. ആദ്യം റിവ്യൂ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ വാങ്ക എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക. The doctor in the story, the best investment I ever made, recollects attending a misguided youth who attempted suicide. അപ്പോൾ നരേറ്റീവാണ്. അപ്പോൾ നരേറ്റീവ് എന്ന് ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. പേജിൻ്റെ നടുക്കായിട്ട് നരേറ്റീവ് എന്ന് ഹെഡിങ് കൊടുക്കുക. നരേറ്റീവും റിവ്യൂ ഒക്കെ പേജിൻ്റെ നടുക്കായിട്ട് കൊടുക്കണം കേട്ടോ. അപ്രിസിയേഷനും എന്തായാലും ഇങ്ങനെ ഈ സൈഡിലായിട്ട് വരിയോട് ചേർന്ന് കൊടുക്കരുത്. അപ്പോൾ നടുക്കായിട്ട് കൊടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. നരേറ്റീവ് എന്നിട്ട് ഹെഡിങ് കൊടുക്കുക, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. അപ്പോൾ ദ റിക്കലക്ഷൻ, the doctor's recollection of attending a misguided youth who attempted suicide, ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് എഴുതുക, നരേഷൻ എഴുതുക. അടുത്തത് ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. അപ്പോൾ നോട്ടീസാണ്. നോട്ടീസിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ബുക്സ് ആർ ദ സ്റ്റെയർവേസ് ഓഫ് അവർ ഇമാജിനേഷൻ. അപ്പോൾ നോട്ടീസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നോട്ടീസ് എഴുതുക. അപ്പോൾ നോട്ടീസ് പഠിക്കണം. അതൊക്കെ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടാവുന്നതാണ്. ഇനി ഹോമിയോപ്പത്ത് ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോൾ ഡയറി എൻട്രിയാണ്. ഹി നാരോലി എസ്കേപ്ഡ് ഫ്രം ദ കോബ്ര അല്ലേ. അപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്റ്റോറികളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക. ഞാൻ പറഞ്ഞ മാതിരി പേജിൻ്റെ നടുക്കിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് പേജിൻ്റെ നടുക്കിലായിട്ട് ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇത് എഴുതുക. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഡയറി എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക, ഡേ എഴുതുക. എന്നിട്ട് ഇപ്പുറത്ത് എഴുതുക ഡയറി. കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് കൂട്ടി ഒന്ന് പൊലിപ്പിച്ച് എഴുതുക കേട്ടോ. ഹ്യൂമറസ് ആയിട്ടുള്ള വേർഡ്സൊക്കെ ലെസൺസ് തന്നെ ഉണ്ട്, അതൊക്കെ ചേർത്ത് എഴുതുക. നെക്സ്റ്റ് 20.
Satyajit Ray's visit Disney studio in Hollywood and is amazed to find that animal actors are treated with respect and reverence. He shares his experience in a letter to his friend. Prepare the likely letter. ഇതെന്ത് തരം ലെറ്റർ ആയിരിക്കും? ഫ്രണ്ട്ലി ലെറ്റർ അല്ലേ? അപ്പോൾ ലെറ്റർ എന്ന് എഴുതുക, ഹെഡിങ്. എന്നിട്ട് ആർക്കാണ് എഴുതുന്നത്? സത്യജിത് റായ്സ് ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക. അത് രണ്ടും പേജിൻ്റെ നടുക്കായിട്ട് വരണം കേട്ടോ, കുറച്ച് വലിയ അക്ഷരത്തിൽ. എന്നിട്ട് ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് നന്നായി നോക്കി പോകണം. കാരണം ലെറ്റർ പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ എന്തായാലും പരീക്ഷയ്ക്ക് വരും. അടുത്തത് 21. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് എളുപ്പം പഠിക്കുക, 6 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ ഓഫ് വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ പ്രൊഫൈലിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ വില്യം വേർഡ്സ്വർത്തിന് ഹെഡിങ് കൊടുക്കുക. പ്രൊഫൈൽ എന്നുള്ളത് മധ്യഭാഗത്തായിട്ട് കുറച്ച് വലിയ അക്ഷരത്തിൽ എഴുതുക, താഴെ വില്യം വേർഡ്സ്വർത്ത് എഴുതുക. എന്നിട്ട് ബോൺ April 7, 1770 Cockermouth, England. William Wordsworth was born on April 7, 1770 Cockermouth in England. He was a poet laureate from 1843 to 1850. He married Mary Hutchinson. His notable works are The Daffodils, Solitary Reaper, Lines composed a few miles above Tinton Abbey, Odd Intimations of Immortality. He was the one who initialized the Romanticism. He died on April 23, 1850 in Westmoreland. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി അടുത്തത് കാസ്റ്റവേ എന്നുള്ള 22. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ നിങ്ങൾ നന്നായിട്ട് നോക്കണം, കാരണം നിങ്ങൾക്ക് 6 മാർക്ക് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീലകാന്താണ്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന ഹെഡിങ് കൊടുക്കുക. അതിനടിയിൽ നീലകാന്ത എന്ന് കുറച്ച് വലിയ അക്ഷരത്തിൽ എഴുതുക. എന്നിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതുക, പാരഗ്രാഫായിട്ട് എഴുതുക. നീലകാന്ത അറിയാലോ, പോയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നീലകാന്ത. നീലകാന്ത ഹു റീച്ച് ടു ദ ഹൗസ് ഓഫ് കിരൺ ആൻഡ് ശരത്. നീലകാന്ത, ദ boat in which he was traveling, it was capsized and he reached the house of Sharath and Kiran, and he became friendly with Kiran and a lot of problems happened. Next 23. Mexican girl Martha won the prestigious scholarship jacket. So you have to write a newspaper report. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടിന് ഹെഡിങ് കൊടുക്കുക. ന്യൂസ് പേപ്പറിന് നല്ലൊരു ഹെഡിങ് കൊടുക്കുക. അതായത് ഷോർട്ട്, ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ബട്ട് അട്രാക്റ്റീവ്. വലിയ നീണ്ട ഒരു ഹെഡിങ് കൊടുക്കരുത്, ഷോർട്ടായിട്ടില്ല പക്ഷെ അട്രാക്റ്റീവായിട്ട് ആകർഷണീയമായ ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലേസ്, ഡേറ്റൊക്കെ എഴുതിയിട്ട് ഭംഗിയായിട്ട് എഴുതുക ന്യൂസ് പേപ്പർ കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ മാതൃകയൊക്കെ. നെക്സ്റ്റ് മാജിദ് മജീദ് സിസ്റ്റർ ഷൂസ്. യു ആർ ഗോയിങ് ടു ഇൻ്റർവ്യൂ ദാറ്റ് ഓസ്കാർ നോമിനേറ്റഡ് ഫിലിം മേക്കർ മാജിദ് മജീദി. സോ യു ഹാവ് ടു ആസ്ക് 6 questions. സോ നമുക്ക് 6 ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് വാട്ട്, വെൻ, വേറെ, വിച്ചൊക്കെ ഉപയോഗിച്ച് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. വാട്ട് വാസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദിസ് മൂവി? വാട്ട് ഡിഡ് യു ഫീൽ, ഹൗ ഡു യു ഫീൽ വെൻ ദിസ് ഫിലിം വാസ് നോമിനേറ്റ്? അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കാം കേട്ടോ. കുറച്ച് പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാം. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിന് ഹെഡിങ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക. ഈ 25th പാരഗ്രാഫാണ് അല്ലേ. പാരഗ്രാഫിന് ഹെഡിങ് കൊടുക്കുക അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അപ്പോൾ ബോയ്സ് എൻജോയ്മെൻറ്റ് സ്പെൻഡിങ് ടൈം ഓൺ ഹിസ് ഫേവറേറ്റ് ബനിയൻ ട്രീ. അതിനൊരു നല്ല ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ട് പാരഗ്രാഫ് എഴുതുക. അടുത്തത് ഒരു ജനറൽ ടോപ്പിക്കാണ്. ഓസ്കർ അവാർഡ് വിന്നേഴ്സ് ഓഫ് 2023 ആർ ഗിവൺ ബിലോ. സ്റ്റഡി ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഒരു ബോക്സിൽ 5 ബോക്സ് കൊടുത്തിട്ടുണ്ട്, എവറിത്തിങ്, എവറിവെയർ, ഓൾ. അപ്പോൾ അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. നെയിം ദ കമ്പോസർ ഓഫ് ദ ബെസ്റ്റ് ഒറിജിനൽ സോങ്. ഇതിൻ്റെ എല്ലാ ആൻസർ. ഇത് ഏറ്റവും വേഗം 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഷുവർ ക്വസ്റ്റ്യൻ. Report the following dialogue. Zahra, what will I wear to school tomorrow? Ali, you can wear my sneakers. Zahra asked Ali what she would wear to school the following day. അപ്പോൾ വില്ല് വന്നു കഴിഞ്ഞാൽ വുഡ് ആക്കിയാൽ മതി, പിന്നെ പ്രോനൗണിൽ മാത്രം മാറ്റിയാൽ മതി, വേറൊരു ചേഞ്ചും. വില്ല്, ഷാല്, ക്യാന്. വില്ല് വന്നാൽ വുഡ്, ഷാല് വന്നാൽ ഷുഡ്, ക്യാന് വന്നാൽ കുഡ്, മേ വന്നാൽ മൈറ്റ്. അങ്ങനെ ആ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. വേറെ പിന്നെ പ്രോനൗണിൽ മാറ്റം വരുത്തിയാൽ മതി, അല്ലാതെ വേറെ ഒരു ചേഞ്ചും വരുത്തണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അലി റിപ്ലൈഡ് ദാറ്റ് ഷീ ക്യാൻ കുഡായി മാറി. ഷീ കുഡ് വിയർ
ഹിസ് ഷൂസ്. സിമ്പിളായിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഫ്രേസൽ വേർബ്സ് ആണ്. ഫ്രേസൽ വേർബ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഫ്രേസൽ വേർബ്സ് ആൻസർ ചെയ്യാൻ. ആട്ട് ജെയിൻ വാസ്, അപ്പോൾ ഇതിൽ ഫ്രേസൽ വേർബ്സ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ഓവർ കൈമാറുക, ടേക്കൺ എ ബാക്ക് ഞെട്ടിമാറുക, പേ ഓഫ് കൊടുത്തു തീർക്കുക, പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കൈമാറുക, പിന്നെ ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക. അപ്പോൾ ഇതിൽ ഓൺ ജെയിൻ വാസ് ടേക്കൺ എ ബാക്ക് ഡാഷ് ടേക്കൺ എ ബാക്ക് ടു ഫൈൻഡ് ദ വേ ജാക്ക് ആൻഡ് ജിൽ were leaving. She put across to them that she had never owed a penny in her life. Before she get up to leave, she handed over a check to Jill and asked her to pay off at least one bill. എഡിറ്റിംഗ് ആണ്. ഒരു കാര്യം നിങ്ങൾ പാഠങ്ങളൊന്ന് വായിക്കണം കേട്ടോ. പാഠങ്ങൾ വായിച്ചാലാണ് നമുക്ക് ഈ ഒരു പരിധി വരെ ഫ്രേസൽ വേർബ്സും പ്രിപ്പോസിഷൻസും എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ there are a few errors in the passage given below. They are underlined. I edit them. അപ്പോൾ അത് എഡിറ്റിംഗ് ആണ്. അറ്റ് one of the riverside house of Chandernagore, an endless verbal battle was going on between Sharath and his wife Kiran about her stay in the house. Kiran felt serious ill, making everyone terribly anxious. അപ്പോൾ തെറ്റുള്ളതൊക്കെ എറേഴ്സൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട്, ABCD ആൽഫബറ്റിക് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അറ്റ് എന്നുള്ളടത്ത് ഇന്നാവും. ഇൻ വൺ ഓഫ് ദ റിവേഴ്സൈഡ് ഹൗസസ് of Chandanore, an endless verbal battle was going on between Sharath and his wife Kiran about her staying in the house. Kiran felt seriously ill, making everyone terribly anxious. ടെക്സ്റ്റ് വായിക്കുക, കാരണം ഇത് ലാസ്റ്റ് പാഠം എന്താ കാസ്റ്റവേ എന്നുള്ള പാഠത്തിൽ നിന്ന് അങ്ങനെ എടുത്ത് വെച്ചൊരു പാസേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആൻസറാണ്. ഇനി കോൺവെർസേഷൻ ബിറ്റ്വീൻ സത്യജിത് റായ് ആൻഡ് മിസ്റ്റർ തോറട്ട്, ഇതിലൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓക്സിലറി വെർബ് എടുത്ത് നോട്ട് ചേർക്കണോ അല്ലെങ്കിൽ നോട്ട് ചേർക്കാതെ എഴുതാം. ഇനി ഇല്ലെങ്കിൽ വെർബ് വെച്ചിട്ട് പ്രസൻ്റ് ആണെങ്കിൽ ഡു, പ്രസൻറ്റ് ടെൻസിൽ എസ് ഫോം ആണെങ്കിൽ ഡസ്, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ്, അങ്ങനെ ചെയ്യാം. മിസ്റ്റർ തോറട്ട് റായും സത്യജിത് റായും മിസ്റ്റർ തോറട്ടും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. റായ്, Mr. Thorat, I see that you have brought 2 tigers. Mr. Thorat, yes sir, I decided to play it safe. If one doesn't perform well, അപ്പോൾ A dash, we can use the other one. Right, oh that's wonderful. പിന്നെ ഡാഷ് ആണ്. Have you fixed a wire to the collar made of tiger skin? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് എഴുതണം കേട്ടോ. നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് എഴുതാം, അങ്ങനെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Mr. Thorat, yes sir, I have fixed a wire to the collar made of tiger skin. Right, okay. If everything is ready, we can start the shooting soon. Can't we? ഇതാണ് question tag. Mr. Thorat, sir, there is a situation. The crowd seems unmanageable. You had better tell the people to keep a distance from the tiger. Okay, I will do that. ഇനി അടുത്തത് പ്രപ്പോസിഷനാണ്. അപ്പോൾ ബട്ട്, ദ, ആസ്, ഓൺ, സിൻസ് അത് വെച്ചിട്ടാണ് പ്രപ്പോസിഷൻ തന്നിരിക്കുന്നത്. The ship moved dash on through the still darkness of the night. There was no need of speech. With a tender gesture, Mr. Yes had taken her husband's hand. And as we sat in silence, as dash as, I could not but, our dash on but ചേർക്ക്, reflect that it was the best investment I had made in my life. ഇതൊക്കെ പാടുന്ന എടുത്താൽ അതാണ് ഞാൻ നിങ്ങളോട് പാഠം നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ദ യങ് ഫിർ ട്രീ സ്റ്റുഡ് മോഷൻലെസ്. ഇതിലെ നൗൺ ഫ്രേസ് ഏതാണ്? നൗൺ ഫ്രേസ് ഇസ് ഗ്രൂപ്പ് ഓഫ് വേർഡ് ഇൻ വിച്ച് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ദ നൗൺ. ദ യങ് ഫിർ ട്രീ എന്ന അത് ദ യങ് ഫിർ ട്രീസ് തന്നെ എഴുതണം കേട്ടോ. അതെന്നെ അണ്ടർലൈൻ ചെയ്യണം. കാരണം ചിലർ യങ് ഫിർ ട്രീസ് എഴുതും, ചിലർ ഫിർ ട്രീസ് എഴുതും. അങ്ങനെ പോരാ, മുഴുവനായിട്ട് ദ എന്ന ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ദ യങ് ഫിർ ട്രീസ് എന്ന് മുഴുവനായിട്ട് എഴുതണം. അടുത്തത് the pounding in my ears drowned out the rest of the words. ഇതിലും the pounding in my ears, ചിലർ ഇയേഴ്സ് എഴുതും, in my pounding in my, അങ്ങനെയല്ല, the pounding in my ears, ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതണം. ഓക്കെ, താങ്ക് യു.